മാജിക് ട്രിക്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ട്രിക്സ് ബൈ ഫാസിൽ ബഷീർ എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാവർക്കും വളരെയധികം സുപരിചിതനായിട്ടുള്ള ഫാസിൽ സാർ നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. സർ, നമ്മുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. എന്താണ് ഈ അധ്യായത്തിൽ നമ്മളെ കൊച്ചുകൂട്ടുകാർക്കായിട്ട് സാറ് പറയാൻ പോകുന്നത്? അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ആ ഒരു മാജിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു മാജിക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി കണ്ട് കൊച്ചുകൂട്ടുകാരും പേടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ബേസ് ബോർഡിൻ്റെ 2 കഷ്ണങ്ങളാണ്. അതിപ്പോൾ കുറച്ച് ഭംഗി ഇടുന്നതിന് വേണ്ടി ഒരു ഭാഗം റെഡും ഒരു ഭാഗം വൈറ്റും അങ്ങനെ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് നടുവിലൂടെ ഇതേ രീതിയിൽ ഇങ്ങനെ നമ്മളിവിടെ ചെറിയ 2 ഹോൾ ഇട്ടുകൊണ്ട് അതിനുള്ളിലൂടെ ആ ഒരു റോപ്പ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിനെ ഇതേ രീതിയിൽ ഈ ഭാഗത്തുള്ള ഈ ഒരു ബേസ് ബോർഡിൻ്റെ ഈ ഒരു ഭാഗത്തും ഇതേ രീതിയിൽ 2 ഹോൾട്ട് റോപ്പ് ഇട്ടുകൊണ്ട് അതിനെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ഇനി രശ്മിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് രശ്മിയോടുള്ള ചോദ്യം. ഇത് അഴിച്ചൊന്നും എടുക്കരുത്. അതായത് ഈ ഭാഗം ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതല്ലാതെ ഈ ഒരു ലോക്ക് കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്ത് നിൽക്കില്ല ഇങ്ങനെ. അപ്പോൾ ഇതിനെ ഏതെങ്കിലും രീതിയിൽ പുറത്തെടുക്കാൻ സാധിക്കുമോ എന്ന് രശ്മിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബുദ്ധി ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ അത് പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇല്ല എന്ന് പറയണ്ട, അത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം കൊച്ചുകൂട്ടുകാരും ഈ മാജിക്കൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ആർക്ക് മുമ്പിലാണോ അവതരിപ്പിക്കുന്നത്, കൂട്ടുകാർക്ക് മുമ്പിലാണെങ്കിൽ അവരോടും, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് മുമ്പിലാണെങ്കിൽ അവരോട് ഇതേ രീതിയിൽ കൊടുത്തിട്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ, ഇതേ രീതിയിൽ കെട്ടഴിച്ചെടുക്കാതെ സാധിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ രശ്മിയോടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കെട്ടഴിക്കാതെ ഏതെങ്കിലും രീതിയിൽ. സാധിക്കുമോ? എവിടെ ഇതിന്റെ നാക്ക് ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് എവിടെയാന്നുള്ളത് ട്രിക്ക് അല്ലേ? അതെ, ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കാണിക്കുമ്പോൾ ആദ്യം ഇതൊരു അത്ഭുതം തോന്നണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാനത് റിലീസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണാൻ പാടില്ല. അപ്പോൾ നിങ്ങളത് അറിയാതിരുന്നാൽ മാത്രമാണ് അതിൽ അത്ഭുതം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയാണ് ആ ഒരു ബ്ലാക്ക് രീതിയിലുള്ള ഒരു പേപ്പർ. നേരത്തെ നമ്മൾ മുൻപുള്ള എപ്പിസോഡിലൊക്കെ നമ്മൾ ചാർട്ട് പേപ്പർ വെച്ചൊക്കെ സിലിണ്ടർ ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ബാക്കി വന്നൊരു പേപ്പറാണിത്. അപ്പോൾ ഇത് അതേ രീതിയിൽ ഇങ്ങനെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് ഇതിനുള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് പുറത്തെടുക്കാൻ പോകുന്നത്. ഒളിഞ്ഞു നോക്കണ്ട. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് പുറത്തെടുക്കുന്നതെന്ന് ഞാൻ ഇതിനുള്ളിൽ വെച്ച് ഞാനെടുത്ത് കാണിക്കാം. അപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ അതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പുറകിലാണ് നടന്നത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അത്ഭുതമില്ല. പക്ഷെ അത് അറിയാത്തിടത്തോളം കാലം അതൊരു മാജിക്കാണ്, അത് അത്ഭുതമാണ്. അതറിയാത്ത ആളുകൾക്ക് അതൊരു അത്ഭുതമായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ആ ഒരു റോപ്പിനെ, അതായത് ആ ഒരു കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു റോപ്പിനെ സെപ്പറേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു മാജിക്കിൻ്റെ ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 കാർഡ്ബോർഡുകൾ ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ 2 ഭാഗത്തായിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഹോൾ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ? കാണാൻ സാധിക്കുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ 2 എണ്ണമാണ് ഇതേ രീതിയിൽ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരേ വലിപ്പത്തിലുള്ള 2 റോപ്പുകൾ ഞാനിവിടെ ഉപയോഗിച്ചത്, തുണിയുടെ റോപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഈ റോപ്പ് ഇതേ രീതിയിൽ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഹോളിലൂടെ ഇട്ട് ഒരു കെട്ട് ഇവിടെ ഇട്ടുകൊണ്ട് നമുക്കിതിനെ ലോക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോപ്പർട്ടി തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. കണ്ടില്ലേ? ഇതേ രീതിയിൽ ലോക്ക് ചെയ്യാം. വീണ്ടും ഈ ഒരു ഭാഗം ഈ ഒരു ഹോളിലൂടെ ഇട്ടുകൊണ്ട് ആ ഒരു റോപ്പിൻ്റെ അറ്റത്തും ഒരു കെട്ട് കൊടുക്കണം. 2 സൈഡ്. അതെ, 2 സൈഡ്. ഇപ്പോൾ ആ ഒരു കാർഡ്ബോർഡിൽ ലോക്കായി. കണ്ടില്ലേ? ഇതുപോലെ തന്നെ ഇതിലും ചെയ്യണം. ഈ രണ്ടാമത്തെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം അതേ രീതിയിൽ ലോക്ക് ചെയ്യരുത്. കാരണം ഈ ഒരു റോപ്പിനുള്ളിലൂടെ എടുത്തുകൊണ്ട് വേണം
അടുത്ത ഭാഗം, അതായത് ഈ റോപ്പിൻ്റെ മറുവശം നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട്, എങ്കിലാണത് ലോക്കായി കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ മാജിക്കിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മുടെ തയ്യാറായി കഴിഞ്ഞു, കണ്ടില്ലേ? ഇപ്പോൾ ലോക്കായി നിൽക്കുകയാണ്. ഇനിയാണ് നമ്മൾ പ്രേക്ഷകരോട്, അതായത് നമ്മൾ ആർക്ക് മുമ്പിലാണോ ഇത് അവതരിപ്പിക്കുന്നത് അവരോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ വളരെ പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. പലരും ഇതേ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തൊക്കെ നോക്കും. പക്ഷേ എങ്ങനെയൊക്കെ എടുത്താലും, ലക്ഷ്മി എടുത്ത പോലെയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ എങ്ങനെ എടുത്താലും ഇത് ലോക്കായി തന്നെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ആ ഒരു ചാർട്ട് പേപ്പർ ഇതേ രീതിയിൽ കവർ ചെയ്ത് വെച്ചുകൊണ്ട് അതിൻ്റെ മറയിൽ ചെയ്തതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ചാർട്ട് പേപ്പർ ഇല്ലാതെ ഞാൻ അവതരിപ്പിച്ച് കാണിക്കാം. അപ്പോഴാണത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല. നാല് രശ്മി ഇതൊന്ന് പിടിച്ച്, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കണ്ടില്ലേ? ഈ ഒരു ഭാഗം ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ഇതേ രീതിയിൽ ഇങ്ങനെ ഇടുകയാണ്, കണ്ടോ? ഇതേ രീതിയിൽ ഇട്ടു. എന്നിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലൂടെ എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ റിലീസായി കിട്ടുന്നതാണ്. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ രശ്മിയുടെ ആവശ്യപ്രകാരം ഒരിക്കൽ കൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ ക്യാമറ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ലോക്ക് ചെയ്യണം. ഇതേ രീതിയിൽ ആദ്യം നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധയോടെ കൊച്ചു കൂട്ടുകാരൊക്കെ നോക്കുക, കണ്ടോ? നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പിടിക്കൂ, ഈ ഭാഗം ഉണ്ടല്ലോ, ഇപ്പം ഏതെങ്കിലും പറയണം. ഇപ്പം ഈ ഭാഗമാണെങ്കിൽ അതിലൂടെ എടുക്കണം. ഈ ഭാഗം എടുത്തുകൊണ്ട് നമ്മളിതാ ഈ ഹോളിലൂടെ ഇതേ രീതിയിൽ, കണ്ടോ, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, ഇതേ രീതിയിൽ ഇതാ ഇതിനുള്ളിലൂടെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. കണ്ടില്ലേ? പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി ഈ ഭാഗം ഇതിനുള്ളിലൂടെ എടുത്തു കഴിഞ്ഞാൽ അത് റിലീസായി. ഇനി വലിച്ചെടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോ, കണ്ടില്ലേ? സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിന് പിന്നിലെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ രശ്മി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് രണ്ട് ഈ ഒരു റോപ്പ്, അതായത് ഇപ്പോൾ ഒരു റോപ്പാണല്ലോ ഇതിലൂടെ കടന്നു പോകുന്നിരിക്കുന്നത്. പക്ഷേ രണ്ടെണ്ണം പോകാനുള്ള ഒരു സ്പേസ് അതിൽ വേണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളൊരു ഹോള് ക്രിയേറ്റ് ചെയ്യാൻ. ഇവിടെ വലിയൊരു കെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ആരും ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ കൊച്ചു കൂട്ടുകാരെല്ലാവരും തന്നെ ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഇത് കാണാൻ. നമ്മളിത് ഓൺലൈനിലൊക്കെ വരുമ്പോൾ ഈ വീഡിയോ 1-2 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് കണ്ടാലൊക്കെയാണ് ഇത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് വലിയ മജീഷ്യൻസ് ഒന്നും ആരും അവതരിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. ഇത് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നൊരു സംഭവമാണത്. കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ചെറിയൊരു മാജിക്കാണിത്. അതുപോലെ തന്നെ ചെറിയൊരു ട്രിക്കാണിത്. അപ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ നിങ്ങളുടെ ബാഗിൽ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ, കൊറോണയൊക്കെ മാറി സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഇതേ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി കൊണ്ടുപോകാം, കൂട്ടുകാർക്ക് മുമ്പിൽ കൊടുത്തിട്ട് പറയാം, ഏതെങ്കിലും രീതിയിൽ ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് തരാൻ പറയാം. അത് വളരെ പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ട്രിക്ക് അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ കൂട്ടുകാരുടെ അടുത്ത് നിന്നും കൈയടി കിട്ടുന്നതായിരിക്കും. സാർ, അടുത്ത മാജിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ഡൗട്ട്. ഇപ്പോൾ സാറ് നമ്മൾ കാർഡ്സ് കൊണ്ടുള്ള ഒരുപാട് മാജിക്ക് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സാർ ചെയ്തു. പക്ഷെ അതിൽ സാർ ഇങ്ങനെ ഷഫിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ മാറ്റി വെക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ ചില മജീഷ്യൻസ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴോട്ട് തന്നെ വരുന്നത്. അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഒരു നല്ല പരിശീലനത്തിലൂടെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേ രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ കാർഡ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഹോവേർഡ് തൾസ്റ്റൺ എന്ന് പറഞ്ഞൊരു മജീഷ്യനാണ് കാർഡ്, അതായത് ഒരു പെട്ടി ചീട്ട് ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മാജിക്കുകൾ അദ്ദേഹം ചെയ്യും, ഒരു പെട്ടി ചീട്ട് മാത്രം വെച്ചുകൊണ്ട് സ്റ്റേജിൽ. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഓഡിയൻസ് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം മണിക്കൂറുകളോളം ആളുകളെ ആ ഒരു പെട്ടി ചീട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ പിടിച്ചിരുത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മജീഷ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല കാർഡ് മാജിക്കിൽ. അങ്ങനെ ഒരുപാട് കാർഡ് മാജിക്കോ അത് വെച്ചിട്ടുള്ള സ്കില്ലുകളൊന്നും അധികം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കൂടുതലും നമ്മൾ ഇലൂഷൻസ് മറ്റുള്ള മാജിക്കുകളാണ്. എന്നാലും കാർഡ് മാജിക്കിൽ അത്തരത്തിലുള്ള പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് അത് ചെയ്യാൻ അറിയില്ല ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ. പിന്നെ അത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ചെറിയൊരു ട്രിക്കിലൂടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. കൊച്ചുകുട്ടികൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് അതിന് പിന്നിൽ ഉപയോഗിച്ചാൽ പ്രാക്ടീസ് കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി അതല്ലാതെ തന്നെ വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ ആ ഒരു മാജിക്കായിട്ട് നമുക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനത് അവതരിപ്പിച്ച് കാണിക്കാം. രശ്മി പറഞ്ഞ ആ ഒരു കാര്യം എങ്ങനെയാണെന്ന് അവതരിപ്പിച്ച് കാണിക്കാം. അതിനുശേഷം അതിൻ്റെ ട്രിക്ക് പറയാം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രശ്മി പറഞ്ഞ ആ ഒരു മാജിക്കിലേക്ക് കിടക്കുകയാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് പല ആളുകളും അത് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി അതെങ്ങനെയാണെന്ന്
ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് വേണ്ട ചെറിയ തയ്യാറെടുപ്പുകൾ ഞാൻ ഓൾറെഡി നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ അത്ഭുതം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രശ്മി പറഞ്ഞതല്ലേ എന്നൊന്ന് നോക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ് ഇരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാർഡുകൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി ഇങ്ങോട്ട് വെക്കാം. ബാക്കി കുറച്ച് കാർഡ് കയ്യിൽ. ഓക്കെ, അപ്പോൾ ഈ കാര്യമല്ലേ ചോദിച്ചത് അല്ലേ? അപ്പോൾ ഇത് നമ്മളുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി, അതായത് മാജിക് ട്രിക്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തത്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടൊക്കെ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങളൊക്കെ കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന മജീഷ്യൻസ് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് പല സർക്കസുകളിലും, വിദേശ സർക്കസുകളിൽ ജോക്കറായിട്ടുള്ള ആളുകളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ചിരുന്ന ഒരു ഇനമാണിത്. എന്നിട്ട് ഇതിൻ്റെ ട്രിക്ക് അവർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ മുൻപ് എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ കൂടുതലായിട്ട് ഈ ഒരു മാജിക്കും അല്ലെങ്കിൽ സർക്കസൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരുപാട് വീഡിയോസും പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് കാണുമായിരുന്നു. ഇന്നത്തെ പോലെ അങ്ങനെ ഇന്റർനെറ്റ് ഒന്നും അന്ന് സജീവമല്ല. നമുക്കന്ന് VCR കാസറ്റുകൾ, VH അങ്ങനെയുള്ള കാസറ്റുകൾ, പിന്നെ CD വന്നപ്പോഴാണെങ്കിലും അങ്ങനെ CD കളക്ട് ചെയ്ത് കാണുന്നതിൽ ഞാൻ മുൻപ് കണ്ടിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. കണ്ടില്ലേ? അപ്പോൾ അതായത് കാർഡ് കയ്യിൽ വെച്ചുകൊണ്ട് കണ്ടോ? ഇനി ഇതുപോലെ തന്നെ കാർഡ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം. അതായത് രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് എറിയാം. കണ്ടില്ലേ? അപ്പോൾ എന്താണ് ഇതിന് പിന്നിലെ ട്രിക്ക് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഞാൻ കാണിച്ച ഒരു പെട്ടി ഷീറ്റിൽ കുറച്ച് കാർഡുകൾ നമ്മൾ മാറ്റി വെച്ചു. ബാക്കി കാർഡ് കയ്യിൽ വെച്ചു. ഈ കയ്യിലിരിക്കുന്ന കാർഡുകളെല്ലാം തന്നെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന കാർഡുകളാണ്. ഇത് കണ്ടില്ലേ? ഇതേ രീതിയിൽ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ കണ്ടോ? അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം, ഇത് പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ട്രിക്ക് മാത്രമാണ്. അതെ, സ്റ്റാപ്പിൾ ചെയ്യാതെ അവതരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതേ രീതിയിൽ കൂട്ടി ഒട്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് കൂടെയാണ്. അതായത് 2 കാർഡുകൾ ഇതാ കണ്ടില്ലേ? ഇപ്പോൾ ക്യാമറയിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ 2 കാർഡുകൾ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഇതേ രീതിയിൽ ഇങ്ങനെ കൂട്ടി വെക്കുകയാണ് ഈ കാർഡുകൾ. അതിനുശേഷമാണ് നമ്മളിവിടെ അതെ, ഇവിടെയാണ് നമ്മൾ സ്റ്റാപ്പിൾ ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ? ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റാപ്പിൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കാർഡ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ തന്നെ വീണ്ടും ചെയ്യരുത്. അതായത് അടുത്ത കാർഡ് എടുത്തുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, മനസ്സിലായോ? നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഭാഗത്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെയാണ് വരേണ്ടത്. കണ്ടോ? ഇതേ രീതിയിൽ വരണം. എങ്കിൽ മാത്രമാണ് ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു വർക്ക് നടക്കുള്ളൂ, സ്പ്രിങ് ആക്ഷൻ വരുള്ളൂ. കണ്ടില്ലേ? ഇതേ രീതിയിൽ ഇവിടെ കണ്ടില്ലേ? ഇതേ രീതിയിൽ ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതേ രീതിയിൽ നമ്മളിങ്ങനെ അടുത്ത കാർഡ് ആണെങ്കിലും ഇതേ രീതിയിൽ നമ്മളിവിടെ വെച്ചുകൊണ്ട് അതിൻ്റെ ഇത് തൊട്ട് മുൻപിലെ കാർഡ് എവിടെയാണോ നമ്മൾ സ്റ്റാപ്പിൾ ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഭാഗത്തായിട്ടായിരിക്കണം, അതായത് മറു കോണിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ? എങ്കിൽ മാത്രമാണ് ഇതേ രീതിയിൽ എങ്കിൽ മാത്രമാണ് ഇതേ രീതിയിൽ ആ ഒരു ആക്ഷൻ വരികയുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കുറച്ച് കാർഡുകളാണ് ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മുൻപ് ഇത് അവതരിപ്പിച്ച് കാണിച്ചത്. കണ്ടില്ലേ? അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത്ഭുതം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണത്തിൽ കൂടുതൽ, ഇപ്പോൾ ഇത്രയുമാണല്ലോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ്. ഞാൻ മുൻപ് ഇതേ രീതിയിൽ നിന്നിട്ടൊക്കെ ആണെങ്കിൽ ഓടിയിട്ടൊക്കെ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് സർക്കസിലൊക്കെ ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഈ സർക്കസിൽ ഓൾറെഡി അവർ ചെയ്യുന്ന പറഞ്ഞല്ലോ സാർ. അതെങ്ങനെയാ? അതിൽ ട്രിക്സ് റിവീൽ ചെയ്തിട്ട് തന്നെയാണോ അത് റിവീൽ ചെയ്യുന്നത്? ഞാൻ ഇതിന്റെ ട്രിക്ക് കണ്ടിരിക്കുന്ന സർക്കസിൽ നിന്ന് തന്നെയാണ്. അത് റിവീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജോക്കറായിട്ടുള്ള ആൾ ആ ഒരു വേഷത്തിൽ ഇങ്ങനെ വരുമല്ലോ, ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും അതിൽ വരുന്നത്. വിദേശ സർക്കസിലാണ്, ഇവിടെയുള്ള ഇന്ത്യൻ സർക്കസിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ വിദേശ സർക്കസിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ അത് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ഇത്രയൊക്കെ ഉണ്ടാവും കാർഡ്. അപ്പോൾ അത് അവരിങ്ങനെ ആ ഒരു സർക്കസിൻ്റെ ആ ഒരു പെർഫോം ചെയ്യുന്ന ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിനുള്ളിൽ അവരിങ്ങനെ ഓടി നടന്നുകൊണ്ട് ഇതിങ്ങനെ മുകളിലേക്ക് എറിയും. എന്നിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് കയ്യിൽ പിടിക്കും. അങ്ങനെ ഇങ്ങനെ ഓടി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടെയുള്ള അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആള്, അത് ആദ്യത്തെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ കാണികളെല്ലാവരും തന്നെ കൈയടിക്കും. വളരെ വലിയൊരു അത്ഭുതമായിട്ട് ആളുകൾക്ക് തോന്നും. കാരണം ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് ആളുകൾ അറിയുന്നില്ലല്ലോ. റിയൽ ആയിട്ടുള്ള കാർഡ് മുകളിലേക്ക് പോയി കറക്റ്റായി ക്യാച്ച് ചെയ്യുന്ന ഒരു സർക്കസ് ആയിട്ട് ആളുകൾ കാണുന്നു.
അങ്ങനെ അവർ ചെയ്ത് ഒരു 2 പെർഫോമൻസ് അവർ അതേ രീതിയിൽ ചെയ്തതിന് ശേഷം മൂന്നാമത് അവർ ചെയ്യുമ്പോൾ കൂടെയുള്ള ഒരു ജോക്കറായിട്ടുള്ള ആൾ ഇയാളെ തള്ളുകയാണ്. തള്ളുന്ന സമയത്ത് ഇത് മുഴുവൻ ഓഡിയൻസിന്റെ ഇടയിലേക്ക് വീഴും. അത് റിവീൽ ചെയ്യാണ്ട് പിന്നെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ കൈയടിക്കും, ചിരിക്കും. അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഇത് കൂട്ടി ഒട്ടിച്ചിരിക്കുന്നതാണെന്ന്. അപ്പോൾ അതേ രീതിയിലുള്ള പെർഫോമൻസ് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാസറ്റിൽ ഞാൻ കണ്ടാണ്. ഇപ്പോഴല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിക്കുന്ന സമയത്ത് കണ്ടതാണത്. അപ്പോൾ ആ ഒരു ട്രിക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും. നമ്മുടെ മാജിക് ട്രിക്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ പുതിയതായിട്ടൊരു സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. അതെ, കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും നമ്മൾ ഉൾപ്പെടുത്തിയ ഒരു സെഗ്മെന്റ് തന്നെയാണത്. അപ്പോൾ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ആ ഒരു സെഗ്മെന്റിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നത്. അപ്പം വരും എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളെ, പ്രതിഭകളെ നമുക്ക് മാജിക് ട്രിക്സിലൂടെ പരിചയപ്പെടാം. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർ അത്ര ഇഷ്ടപ്പെടുന്നത്. മാജിക് എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്റെയും ആ ഒരു പ്രായത്തിലൊക്കെ എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങളെന്ന് അന്വേഷിക്കുന്ന അതെ. അപ്പൊ അന്ന് ഇത്രയും സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളോ കുറവാണെന്ന്. പക്ഷെ ഇന്നിപ്പോൾ വലിയ വലിയ മാജിക്കുകളുടെ സീക്രട്സും കാര്യങ്ങളൊക്കെ റിവീലാണ്. ഒരുപാട് ആളുകൾക്ക് അറിയാം മാജിക്കിന്റെ പിന്നിൽ ട്രിക്ക് ആണെന്നുള്ളത് ഭൂരിഭാഗം ആളുകൾക്ക് അറിയാം. പക്ഷെ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഒരിക്കലും നമ്മൾ വലിയ മാജിക്കുകളോ പ്രൊഫഷണൽ മജീഷ്യൻസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. കൊച്ചുകുട്ടികൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ചെറിയ ചെറിയ ട്രിക്കുകളാണ്. അതായത് ട്രിക്സ് ഫോർ കിഡ്സ് എന്ന് വേണം പറയാനായിട്ട്, അല്ലേ? അത് അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അതും കണ്ടിട്ട് പോലും അതിനെ ഇഷ്ടപ്പെടുന്ന അത് കൊച്ചു കൂട്ടുകാർ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അവരുടെ വീട്ടുകാരെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ കൂട്ടുകാരെ അത്ഭുതപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കുള്ള വേദി കൂടെ നമ്മളിവിടെ ഒരുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു കൊച്ചു കൂട്ടുകാരൻ്റെ ആ ഒരു അത്ഭുത പ്രകടനം നമുക്കൊന്ന് കാണാം. My name is Charit. I am studying in 6th. I am seeing this show for a long time and I am gonna do 2 magic tricks. One is with a rope and one is with a coin. നമ്മൾ മാജിക് കണ്ടു. കാരണം അത്രയും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് ഈ ഒരു വേദി കിട്ടിയ സമയത്ത് ഇത്രമാത്രം അവരെ അതിനെ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ അവര് ആരുടെ കീഴിൽ പഠിച്ചു എന്നുള്ളൂ. നമ്മൾ ഇവിടെ ചെയ്ത് കാണിക്കുന്ന ചെറിയ ചെറിയ ട്രിക്കുകൾ ചാനലിലൂടെ, അതായത് നമ്മുടെ പ്രോഗ്രാം വീഡിയോയിലൂടെ കണ്ട് അവർ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ വന്ന് ഇവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതിന് നല്ലൊരു എന്താ പറയാ, അതിന് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു വാല്യൂ നമ്മൾ കൽപ്പിക്കണം. തീർച്ചയായിട്ടും പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വേദി അവരൊരു വലിയ മജീഷ്യൻസ് ആയിട്ടാണ് ഇവിടെ നിന്നിട്ട് പെർഫോം ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അവരുടെ ആ ഒരു വേ ഓഫ് പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെ അപ്പൊ അത്രമാത്രം മാജിക്കിനെ ഇഷ്ടപ്പെടുന്നു കൊച്ചു കൂട്ടുകാർ എന്നുള്ളതിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. മാജിക് എന്ന് പറയുന്ന ഈ ഒരു കലയ്ക്ക്
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധ്യതകൾ ഒരുപാട് മങ്ങുന്ന ഒരു കാലഘട്ടമാണത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് സിദ്ധന്മാർ ആൾദൈവങ്ങളും അത് മതം അതിൽ തിരികെ കയറ്റി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ പ്രൊഫഷണൽ മജീഷ്യൻസിനൊക്കെ വേദികൾ നഷ്ടപ്പെടുന്ന കാലഘട്ടമാണ് അത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ വഴിയൊക്കെ വലിയ വലിയ മാജിക്കുകളുടെയൊക്കെ സീക്രട്സ് ഒക്കെ റിവീലാണ്. അപ്പം നമ്മളിവിടെ ഈ കൊച്ചു കുട്ടികൾക്ക് ഈ മാജിക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമ്മൾ മറ്റൊരു ലക്ഷ്യം കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രിക്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആസ്വദിക്കുകയാണ് ആളുകൾ, അല്ലേ? മുൻപ് ഇപ്പോൾ ട്രിക്ക് ആണെന്ന് അറിഞ്ഞാൽ പിന്നെ അത് ആസ്വദിക്കില്ല. പക്ഷെ ഇന്നിപ്പോൾ ട്രിക്സ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ആസ്വദിക്കാൻ നമ്മൾ ശീലിപ്പിക്കുകയാണ് പ്രേക്ഷകരെ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ചെയ്ത മാജിക് എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കുന്നു. ഇപ്പോൾ കാണുന്ന നിങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും അവർ കൊച്ചുകുട്ടികളത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അത്ഭുതം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അത് ട്രിക്ക് ആണെന്നുള്ളത് നമ്മൾ ഇതിന് മുൻപുള്ള എപ്പിസോഡിൽ പറഞ്ഞതാണ്. എന്നാലും അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ ആസ്വദിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളുടെ ഈ ഒരു ചെറിയൊരു പ്രോഗ്രാമിൻ്റെ ഒരു വിജയമായി തന്നെ നമുക്കതിനെ കണക്കാക്കാം. അപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ വലിയ മജീഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത കൊച്ചു കൊച്ചു പ്രോപ്പർട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കോയിനോ അല്ലെങ്കിൽ കാർഡോ അല്ലെങ്കിൽ മാച്ച് ബോക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ബലൂണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊച്ചു കൊച്ചു മാജിക്കുകളും അതിൻ്റെ കൊച്ചു കൊച്ചു ട്രിക്കുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.